നമ്മൾ കേസ് കൊടുക്കുന്ന കാര്യത്തിൽ ഒരിക്കലും പേടിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ കേസ് കൊടുക്കേണ്ടത് കമ്പനിക്ക് കുറ്റം പറയേണ്ട ആവശ്യമില്ല. കാരണം നമ്മൾ പറയുന്ന കമ്പനി ഒരു ചതിയും ചെയ്തിട്ടില്ല. കമ്പനി തരേണ്ട വരുമാനമെല്ലാം കൃത്യമായി തന്നുകൊണ്ടിരുന്ന കമ്പനിയാണ്. നമുക്ക് വിഡ്രോ ചെയ്യേണ്ട സമയത്ത് വിഡ്രോ ചെയ്തെടുക്കാവുന്ന കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ടിരുന്നതാണ്. ഇതൊരു മൾട്ടി ലെവൽ സിസ്റ്റം ആയതുകൊണ്ട് തന്നെ ഒരുപാട് മൾട്ടി ലെവൽ മാർക്കറ്റിംഗ് കമ്പനികളുണ്ട്. എല്ലാ കമ്പനികളിലും ഈ പറഞ്ഞ പോലെ വരുമാനം കൊടുക്കുന്നുണ്ട്. വരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റോയൽറ്റി, പിന്നെ ഇൻസെൻറ്റീവ്, ഇതെല്ലാം കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പോലെ തന്നെയാണ് ഹൈറിച്ചും കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ മൾട്ടി ലെവൽ സിസ്റ്റത്തിൽ ഇതുപോലെ വരുമാനം കൊടുക്കുന്നതൊന്നും നിയമവിരുദ്ധമായ കാര്യമൊന്നുമല്ല. അത് മറ്റുള്ള കമ്പനികളും കൊടുക്കുന്നുണ്ടല്ലോ, പിന്നെ നമുക്ക് കൊടുത്താൽ എന്താ കുഴപ്പം? അപ്പോൾ നമ്മളുടെ വരുമാനമാണ് ഇവിടെ നിലച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ കൊടുത്ത പൈസയ്ക്ക് നമുക്ക് സാധനം വാങ്ങി റെഡീം ചെയ്തെടുക്കാനും പറ്റില്ല ഇപ്പോൾ. കാരണം അതിൻ്റെ എല്ലാ ബാക്കി സിസ്റ്റങ്ങളെല്ലാം ഫ്രീസാണ്. നമ്മൾ ഇപ്പോൾ ഒരു 10 റെഡീം കൂപ്പണോ 20 റെഡീം കൂപ്പണോ വാങ്ങിച്ചിട്ടുള്ള ആളാണെങ്കിൽ നമ്മൾക്ക് അവിടെ കമ്പനി തരുന്ന 2 ഓപ്ഷൻ എന്ന് പറയുന്നത്, ഒന്ന് റെഡീം കൂപ്പൺ ആയതുകൊണ്ട് തന്നെ അഡ്വാൻസ് പേയ്മെൻ്റ് എന്ന് നിയമപരമായി പറയുന്ന റെഡീം കൂപ്പൺ, ആ കൂപ്പൺ ഉപയോഗിച്ച് നമുക്ക് സാധനങ്ങൾ പർച്ചേസ് ചെയ്യാം. ഇലക്ട്രോണിക് സാധനങ്ങളും പർച്ചേസ് ചെയ്യാം കമ്പനിയുടെ സൈറ്റിൽ നിന്ന്. ഗ്രോസറി ഉൽപ്പന്നങ്ങളെല്ലാം കമ്പനിയുടെ കടകളിൽ നിന്നെല്ലാം പർച്ചേസ് ചെയ്യാം. അങ്ങനെ ഒരു ഓപ്ഷനാണ് കമ്പനി തന്നത്. അപ്പോൾ അത് നമ്മൾക്ക് നിഷേധിക്കപ്പെട്ടിരിക്കുകയാണ്. നമ്മളുടെ പണത്തിന്മേലുള്ള നമ്മുടെ അവകാശമാണത്. നമ്മുടെ പൈസ കൊടുത്ത് നമ്മൾ വാങ്ങിച്ച അവകാശമാണ്. അപ്പോൾ അത് നിഷേധിക്കപ്പെട്ടിരിക്കുന്നു. 2, നമ്മൾ അതിലൂടെ ആ ഒരു കൂപ്പൺ വാങ്ങി ഒരു ഐഡിയ എടുത്ത് ഈ കമ്പനി ജോയിൻ ചെയ്ത ആളെന്നുള്ള നിലയിൽ നമ്മൾ ഈ കമ്പനിയുടെ ഒരു പാർട്ണറാണ്. മറ്റു മൾട്ടി ലെവൽ കമ്പനികളിലെല്ലാം പാർട്ണർമാരുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ പാർട്ണറാണ് ഒരു MLM സിസ്റ്റത്തിലെ പാർട്ണർ. അപ്പോൾ ആ പാർട്ണറുടെ ഗുണങ്ങൾ, ആ പാർട്ണർക്ക് കിട്ടുന്ന ഉപയോഗങ്ങളാണ് ഒന്ന് വരുമാനം, പല രീതിയിലുള്ള വരുമാനം. ഇൻസെൻറ്റീവ് ആവാം, റോയൽറ്റി ആവാം, റെഫറൽ ഇൻകം ആവാം, അങ്ങനെ പലതും ഉണ്ടാവും. അപ്പോൾ അതൊന്നും നമുക്ക് കിട്ടുന്നില്ല. അതായത് നമ്മുടെ വരുമാനം, നമ്മൾ ഇതിൽ പാർട്ണർ ആയിരിക്കുന്നത് നമുക്ക് വരുമാനം കിട്ടാൻ വേണ്ടിയാണ്. വരുമാനവും നമ്മുടെ നിലച്ചിരിക്കുകയാണ്. നമ്മളുടെ വാങ്ങിച്ചിരിക്കുന്ന റെഡീം കൂപ്പൺ, നമുക്ക് റെഡീം ചെയ്തെടുക്കാവുന്ന ഓപ്ഷനുള്ള റെഡീം കൂപ്പണിൻ്റെ അതിൻ്റെ വാല്യൂ അവർ ഫ്രീസ് ചെയ്തിരിക്കുകയാണ്. അതായത് നമ്മളുടെ പൈസയാണ് ഫ്രീസ് ചെയ്തിരിക്കുന്നത്, അല്ലാണ്ട് കമ്പനിയല്ല ഇതൊന്നും ചെയ്തത്. അപ്പോൾ നമ്മൾ കേസ് കൊടുക്കേണ്ടത് ഇതിനെതിരെയാണ്. നമ്മളുടെ വരുമാനം നിലച്ചിരിക്കുന്നു. നമ്മൾ റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി സ്പെൻഡ് ചെയ്ത പൈസ, സ്പെൻഡ് ചെയ്ത് കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് പേയ്മെൻറ്റ് അതും ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നു. അതായത് കമ്പനിയുടെ പൈസ എന്ന് പറഞ്ഞാൽ കമ്പനിയിലേക്ക് കൊടുത്തിരിക്കുന്ന പൈസ ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നതിന് നമ്മളുടെ പൈസയാണ് ഫ്രീസ് ചെയ്ത് വെച്ചിരിക്കുന്നത് കമ്പനിയിൽ. അത് നമ്മൾ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാൻ വേണ്ടി, അതായത് റെഡീം ചെയ്തെടുക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന അഡ്വാൻസ് പേയ്മെൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ റെഡീം ചെയ്തെടുക്കാൻ പറ്റില്ല, സാധനം മേടിക്കാൻ പറ്റില്ല എന്ന് പറയുന്നത് തന്നെ നമ്മളുടെ അവകാശത്തിന്മേലുള്ള നിഷേധമാണ്. അതിനെതിരെയും നമുക്ക് കേസ് കൊടുക്കാം. 2, ഒരു റെഡീം കൂപ്പൺ വാങ്ങിച്ചാൽ നമ്മൾ ഹൈറിച്ച് ഓൺലൈൻ ഷോപ്പിലെ ഒരു പ്രിവിലേജ് കസ്റ്റമർ ആവും. പ്രിവിലേജ് കസ്റ്റമർക്ക് വരുമാനം കൊടുക്കാമെന്നാണ് കമ്പനി പറഞ്ഞേക്കുന്നത്. ആ വരുമാനം എന്തൊക്കെയാണ്? റെഫറൽ ഇൻകം ഉണ്ട്, റോയൽറ്റി ഉണ്ട്, പിന്നെ മറ്റു പല ഇൻകങ്ങളുണ്ട്, ഇൻസെൻറ്റീവും ഉണ്ട്. അപ്പോൾ ഇതൊന്നും കിട്ടുന്നില്ല. അപ്പോൾ ഇത് രണ്ടുമാണ് നമ്മുടെ നിലച്ചിരിക്കുന്നത്. അതിനെതിരെയുള്ള കേസാണ് നമ്മൾ ഫയൽ ചെയ്യേണ്ടത്. അത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫയൽ ചെയ്താൽ മാത്രമേ ഈ ഹൈറിച്ചിൻ്റെ കാര്യത്തിൽ ഒരു വിഷയത്തിൽ ഒരു തീരുമാനമാവുള്ളൂ. ഇവിടെ ഇവന്മാർ തട്ടിച്ചെടുത്തു എന്ന് പറയുന്നത് തട്ടിച്ചതല്ല. നമ്മൾ നമ്മുടെ സ്വമേധയാ ഉള്ള ഇതിനാൽ നമ്മൾ നിയമപരമായിട്ട് കൊടുക്കാൻ പറ്റുന്ന രീതിയിൽ ഹൈറിച്ചിലേക്ക് ഒരു അഡ്വാൻസ് പേയ്മെൻ്റ് ആയിട്ട് കൊടുത്ത പൈസയാണ്, അല്ലാണ്ട് ഹൈറിച്ച് തട്ടിച്ചെടുത്ത പൈസയൊന്നുമല്ല. കാരണം അത് നമുക്കത് റിഡീം ചെയ്ത് വാങ്ങാനുള്ള അവകാശമുള്ള പൈസയാണ്. അതിനെ തട്ടിച്ചെടുത്ത പൈസ എന്നൊന്നും പറയാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അത് കൃത്യമായി കോടതിയെയോ പോലീസിനെയോ ബോധിപ്പിക്കേണ്ടത് നമ്മുടെ ഇതാണ്. എന്നാലേ ഈ കമ്പനി തിരിച്ചു വരത്തുള്ളൂ. അതിന് നമ്മൾ കേസ് കൊടുക്കണം. ഇങ്ങനെ കേസ് കൊടുക്കണം.